അച്ഛാ മോളെ, മാളൂട്ടി എവിടെ? മാളൂട്ടി അപ്പുറത്ത് കളിക്കുന്നുണ്ടാവും. അച്ഛൻ വല്ലാതെ ക്ഷീണിച്ചു. ആ, ഒരു പ്രായം കഴിഞ്ഞ അങ്ങനെയൊക്കെയാ കുട്ടി. മോളെ, നീ നട്ട മാവ് ഇക്കൊല്ലം കായ്ച്ചു. ഇത് കുറച്ച് മാമ്പഴം മാളൂട്ടിക്ക. ഉണ്ണി എവിടെ? പുറത്തു പോയിരിക്ക. അച്ഛൻ വരൂ. ആരാ? ഞാനാ, ഗോവിന്ദൻ നായർ. ഓ, കാപ്പി എടുക്കാം. ഓ, എന്തൊരു ചൂടായത്. ഗോവിന്ദനാരി വിശേഷിച്ച് ഒന്നുമില്ല, വെറുതെ. ഉണ്ണി വന്നിട്ടുണ്ടല്ലോ. എന്റെ ഷഷ്ടിപൂർത്തിയാ നാളെ. അതിനാ ഉണ്ണി വന്നത്. അങ്ങനെ ആരെയും വിസ്തരിച്ച് ക്ഷണിച്ചിട്ടൊന്നുമില്ല. വളരെ വേണ്ടപ്പെട്ടവരെ മാത്രം. അതുകൊണ്ടാ അങ്ങോട്ട് അറിയിക്കാണ്ടിരുന്നെ. ഉണ്ണി ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ആ എന്ന് പറഞ്ഞു പലരും ഇങ്ങനെ കേറി വരുന്നുണ്ട്. അമേരിക്കയിൽ നിന്ന് വന്നതല്ലേ, വല്ലതുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. എപ്പോഴാവും വരുന്നതെന്ന് അറിയില്ല. ഞാൻ പറയാം. ഓ, ശരി. എന്താ ഇവിടെ ഒറ്റയ്ക്ക്? അച്ഛൻ വന്നിരുന്നു. എന്നിട്ട് എവിടെ പോയി? പോവേ? ഏർവമ്പരം കളിക്കേ. സ്വാമി നോക്കിക്കോ. എന്താ അത്ര ചിരിക്കാൻ? എടാ രാഘവ, നിന്റെ അച്ഛൻ വാർപ്പ് വട്ടം ചാടി കുട്ടിക്കരണം മറിഞ്ഞ് കടുകും കറിവേപ്പിലയും വീശി എറിഞ്ഞവനാ. എന്നിട്ട് അത് രണ്ടും ചെന്ന് വീണതോ പാൽപായസത്തില്. എന്നിട്ട് ആ സാധനം പായസമാക്കാൻ ഞാൻ പെട്ട കഷ്ടപ്പാട്. കഷ്ടപ്പാടിനെ പറ്റി ഒന്നും ചങ്ങുമ്മാൻ പറയണ്ട. ദേഹണ്ണപ്പരെ വന്നിരുന്ന് കട്ടൻ കാപ്പി അടിച്ച് ഗീർവാണം പറയാനല്ലാതെ ഭൂമിയിൽ കുമ്പിട്ട് പ്ലാവല എടുത്തിട്ടോ നിങ്ങള്? ഇല്ല. എന്താന്ന് ചോദിക്ക്. എന്താ? എടാ രാഘവ, ദഹന്നപ്പരയില് പണിയെടുത്തിട്ടുള്ള പാരമ്പര്യം ഞങ്ങൾക്കില്ല. ദേഹണ്ണപ്പരെ പണിയെടുത്തുള്ള പാരമ്പര്യം ഇല്ല. പക്ഷെ അച്ചി പറഞ്ഞ അടുക്കള കയറി അടുപ്പൂതും. ആര് പറഞ്ഞ? പെണ്ണുമ്പിള്ളേ, ഭാര്യ. വെളിച്ചെണ്ണ ഞാനെടുത്തേ. ഇപ്പൊ തന്നെയല്ലേ ഇയാൾക്കൊരു പാട്ട വെളിച്ചെണ്ണ എടുത്ത് കൊടുത്തത്. ഇയാളത് കുടിക്കുക. കുഞ്ഞേ കുഞ്ഞേ, കുറച്ച് വെളിച്ചെണ്ണ എടുത്തോണ്ട് വരും. നീ ഒരു മാണിപ്പഴം എടുത്തേ. ഇത് നാളത്തേക്കുള്ളതാ. പാകം നോക്കാനടോ. എന്തിനാ? പഴത്തിന്റെ എരിവുമ്പുളി നോക്കാനാ? പഴത്തിൻ പാകമത്രേ പലതിലും മുൻപന്തിയിൽ. അങ്ങനെ ഒരു ചൊല്ലില്ലല്ലോ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. അങ്ങനെ ഒരു ചൊല്ലില്ല. ഉണ്ട്. ഇല്ല. ഇല്ലെങ്കിൽ വേണ്ട. അപ്പൊ അങ്ങനെ ഒരെണ്ണം ഞാൻ ഉണ്ടാക്കി. നാളത്തെ തലമുറ അത് പാടി വെക്കട്ടോ. എന്നെ പെങ്ങളെ പറ്റിയാൻ വേണ്ടി പോന്നേക്കാം. മഹാകവി കുഞ്ഞുകുട്ടത്തമ്പലല്ലേ? കുഞ്ഞുകുട്ടമ്പലാന്റെ ചേട്ടനാ. കുട്ടി കുട്ടി എന്തിനാ ഉറക്കൊളിച്ചിരിക്കണേ? അകത്ത് പോയി കിടന്നോളൂ. അതെ, ഒന്ന് അമർത്തി ചിരവിക്കോളൂ. ചിരവിക്ക് വേദന ഒന്നും എടുക്കില്ലേ.
ഇത്തിരി നാരങ്ങക്കറി വിളമ്പ ഇവിടെ ആരുമില്ലേ? രാജി ഓപ്പയ്ക്ക് നാരങ്ങാക്കറി വിളമ്പ്. നോക്കി നിന്നോളും പാത്രം കൈവച്ചോണ്ട്. ആ രാജി കൂടി ഇരിക്കാലോ. വീട്ടുകാരെല്ലാരും കൂടി ഇരുന്നാലെങ്ങനാ? ക്ഷണിച്ചു വരുത്തിയിട്ടിരിക്കട്ടെ ആദ്യം. ഇത്തിരി സാമ്പാർ തരാൻ ഇവിടെ ആരുമില്ലേ? അപശകുനം. എന്ത് നല്ല കാര്യം നടക്കുമ്പോഴേ എന്തെങ്കിലും ഒന്ന് കാട്ടിക്കൂട്ടും. പോട്ടെ, സാരമില്ല. എപ്പോഴും അതെ. എന്നെ എന്ത് ചെയ്താലും പറഞ്ഞാലും സാരമില്ല, പോട്ടെ. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ എന്തെല്ലാം സഹിക്കുന്നു. ഒരക്ഷരം ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ എല്ലാവരുടെയും മുമ്പേ വെച്ച്. സാരമില്ല, അമ്മയെ നിനക്ക് അറിഞ്ഞൂടെ? ഉണ്ണിയേട്ടന് എപ്പോഴും ഒരു എക്സ്ക്യൂസ് ഉണ്ടാവും. മകൻ അമ്മയ്ക്ക് മാത്രം അവകാശപ്പെട്ടത്. ഇതിന് പൊസസീവ്നെസ് നല്ല പറയുക. ഞാൻ എന്ത് പഴിച്ചിട്ട? ഒരു ദിവസമെങ്കിലും സന്തോഷായിട്ട് എവിടെയെങ്കിലും. എന്താ നിന്റെ ലീവ് കഴിഞ്ഞോ? എടാ നിന്നോടാ ചോദിച്ചത്, നിന്റെ ലീവ് കഴിഞ്ഞോന്ന്. ഇല്ല. പിന്നെന്തോന്നാ ഒരടുക്കും പെറുക്കും? ഒന്ന് പുറത്തു പോകേണ്ട കാര്യമുണ്ട്. അങ്ങനൊന്നും നേരത്തെ നീ ഇവിടെ പറയുന്നത് കേട്ടില്ലല്ലോ. ഇപ്പൊ തീരുമാനിച്ചാണെന്ന് വെച്ചോ? ഇപ്പഴെന്തോന്നും അങ്ങനെ ഒരു ഭൂതോദയം ഉണ്ടാവാൻ? 1-2 ദിവസം ഈ ചുറ്റുപാടിൽ നിന്ന് മാറിയിക്കണം തോന്നി. എന്ത് പറ്റി ചുറ്റുപാടിന്? എടാ മാറി നിൽക്കാൻ മാത്രം എന്തുണ്ടായെന്ന്? ഒന്നും പറയുന്നില്ലെന്ന് കരുതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് അമ്മ വിചാരിക്കരുത്. വേണ്ട, ഞാൻ ഒന്നും പറയുന്നില്ല. പറയടാ നീ. എന്തോ മനസ്സിലായി നിനക്ക്? എടാ പറയാൻ. വന്ന ദിവസം പോലും ഞാൻ കാണുക അമ്മയ്ക്കെതിരെ രാജുവിടെ ശത്രുത. ശത്രുതയോ? എടാ തെറ്റ് കാണിച്ച ശാസിക്കും. അത് നീ ആയാലും അവളായാലും ഈ വീട്ടിൽ ആരായാലും ശരി. അതിന് ശത്രുത എന്നാരാ പറഞ്ഞേ? അവള് പറഞ്ഞ് പഠിപ്പിച്ചാ നിന്നെ? ആരും പറഞ്ഞ് പഠിപ്പിക്കാതെ തിരിച്ചറിയാനുള്ള വിവരം എനിക്കുണ്ട്. അവൾ എന്റെ ഭാര്യ. അവൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടായി അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓ, പേരെങ്ങുമില്ലാത്ത ഒരു ഭാര്യയും ഭർത്താവും. എടാ ആദ്യം നീ എന്റെ മോനാ, അത് കഴിഞ്ഞ അവള് നിന്റെ ഭാര്യയായത്. എന്ന് വെച്ച് ആട്ടുതുപ്പ് സഹിക്കുന്നതിന് അതിലൊക്കെ ഉണ്ട്. അത്ര സഹിക്കാൻ വേണ്ടി അച്ഛൻ വിളിച്ചോണ്ട് എവിടോട്ടെങ്കിലും ഇറങ്ങി പോടാ. അത് തന്നെ ചെയ്യാൻ പോകുന്നേ. എന്നാ പൊയ്ക്കോടാ. പിന്നെ പടി കയറരുത്. ഇങ്ങനെ എടുത്തിട്ട് പറ്റില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം. ഓഹോ, എന്നാൽ ഇങ്ങനെ ഒരു വീടില്ലെന്ന് ഞാനും വിചാരിച്ചോളാം.
നമസ്കാരം സാർ. നമസ്കാരം. രവിസാറിന്റെ ഗസ്റ്റ് അല്ലേ? ആ. സാറ് വിളിച്ച് പറഞ്ഞിരുന്നു. മോളെ, ഞാൻ ഇവിടുത്തെ കെയർടേക്കറാ, കുട്ടമ്പിള്ള. മോളിവിടെ നിൽക്ക്. മുറിയൊക്കെ റെഡിയാക്കി എവിടെയാ? വെച്ചിട്ടുണ്ട്. മോളിലാ. നല്ല വ്യൂ ആണ് സാർ. ഫാമിലി ആവുമ്പോ അതാണ് സൗകര്യം. അല്ല ചേട്ടാ, ഓ, ദേ ആദ്യം പെട്ടിയൊക്കെ നിർത്ത് അകത്ത് വെക്കാം. വാ. ഹലോ ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ. ഹലോ വാട്ട്സ് യുവർ നെയിം? പേര് പറ മോളെ. പേര് പറഞ്ഞു കൊടുക്കും മോളെ. മാലുട്ടീന. ഓ വാട്ട് എ സ്വീറ്റ് നെയിം. മാലുട്ടീന. മാലുട്ടീന. ഇറ്റ്സ് എ വണ്ടർഫുൾ നെയിം. നോ 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 നോ, ഇറ്റ്സ് നോട്ട് മാളൂട്ടി എന്നാ, ജസ്റ്റ് മാളൂട്ടി, ദാറ്റ്സ് ഓൾ. ഓ ഐ സീ. മാലുട്ടി. മാളുട്ടി ഗുഡ്. സാർ, യു ആർ ഗസ്റ്റ്, ദേ ആർ ഗസ്റ്റ്, ഓൾ ആർ ഗസ്റ്റ്. എഞ്ചിനീയർ വിൽസൺ സാർ ഫ്രണ്ട് രവി, രവിസ് ഫ്രണ്ട് ദിസ് ആർ ഗസ്റ്റ് ഹിയർ. Oh, I see. Well, have a nice day. താങ്ക് യു. ബൈ. Bye. See you. സാർ, ദേ ആർ ആസ്ട്രേലിയക്കാരാണ്. 2 ആഴ്ചയായിട്ട് ഇവിടെ ഉണ്ട്. പടമെടുപ്പും ചിത്രമരയുമാണ് ജോലി. വലിയ സാറിന്റെ അല്ല ഗസ്റ്റുകളാണ്. ചേട്ടാ, ഓ. ഇതങ്ങ് പിടിച്ചേ. വാ. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ.